എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയെടുക്കാനിരിക്കെ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 45 CPM നേതാക്കളെ പ്രതികളാക്കി പോലീസ് കേസെടുത്ത വിവരങ്ങൾ പുറത്തുവരികയാണ്. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം 45 പേരാണ് ഇപ്പോൾ പ്രതികളായിരിക്കുന്നത്. നഗരസഭയിലെ CPM കൌൺസിലർ കലാരാജുവിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ കൌൺസിലർ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ തിരിച്ചെത്തിയാണ് വിവരങ്ങളടക്കം പങ്കുവച്ചത്. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെയാണ് CPM പ്രവർത്തകർ CPM കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയത്. മാത്രമല്ല, തന്നെ തട്ടിക്കൊണ്ടുപോയപ്പോൾ കാറിൽ കുടുങ്ങിയപ്പോൾ വെട്ടി മാറ്റിത്തരാമെന്നാണ് മകനേക്കാൾ പ്രായം കുറവുള്ള DYFI പ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയത്. തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് കലാരാജുവിന്റെ പ്രതികരണവും. തന്നെ തട്ടിക്കൊണ്ടുപോയത് CPM പ്രവർത്തകരെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തന്നോട് വളരെ മോശമായ ഭാഷയിലാണ് ഇവർ സംസാരിച്ചത്. വലിച്ചിഴച്ച് കാറിൽ കയറ്റി ദേഹോപദ്രവം ചെയ്തു. തന്റെ വസ്ത്രം വലിച്ചു കീറിയെന്നും കലാരാജു വ്യക്തമാക്കുകയാണ്. തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് തന്നെ എത്തിച്ചത്. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നുവെന്നുമാണ് കലാരാജു വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ കൂത്താട്ടുകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് വിവരങ്ങൾ. കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയെടുക്കാനിരിക്കവെയാണ് CPM കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത്. CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി, നഗരസഭാ ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, പാർട്ടി ലോക്കൽ സെക്രട്ടറി എന്നിവരടക്കം 45 പേരാണ് ഇതിൽ പ്രതികളെന്നാണ് കലാരാജുവിന്റെ മകന്റെ പരാതിയിൽ പറയുന്നത്. 13 കൌൺസിലർമാരോടും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് പ്രകാരം കലാരാജു അടക്കം എല്ലാവരും പാർട്ടി ഓഫീസിലാണ് ഉണ്ടായിരുന്നതെന്നുമാണ് CPM നേതാവ്, നഗരസഭ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് പ്രതികരിക്കുന്നത്. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ സമയം കഴിഞ്ഞപ്പോൾ കലാരാജു അടക്കം എല്ലാവരും വീട്ടിൽ പോയെന്നും ആരും ആരെയും തട്ടിക്കൊണ്ടുപോയില്ല എന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കലാരാജു തന്നെ രംഗത്തെത്തുന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണുമെതിരെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ UDFന് പിന്തുണ പ്രഖ്യാപിച്ച CPM കൌൺസിലർ കലാരാജുവിനെ CPM നേതാക്കൾ തന്നെ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. തന്നോട് വളരെ മോശമായിട്ടാണ് CPM പ്രവർത്തകർ പെരുമാറിയെന്നും വ്യക്തമാക്കി. തന്നോട് വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു. തന്റെ വസ്ത്രം വലിച്ചു കീറി. തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ എത്തിച്ചു. ദേഹാസ്യം അനുഭവപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും നെഞ്ചുവേദന അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നുവെന്നാണ് കലാരാജു വ്യക്തമാക്കുന്നത്. ഇവരെ കൂത്താട്ടുകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ അമ്മയെ കാണാനില്ല എന്ന് കാട്ടി കലയുടെ മക്കൾ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിരുന്നു. പ്രതിഷേധങ്ങൾ തുടരവെ കാണാതായ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന് മക്കളെ നേതാക്കൾ അറിയിക്കുകയായിരുന്നു. അതേസമയം കൂത്താട്ടുകുളം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയെടുക്കാനിരിക്കവെയാണ് CPM കൌൺസിലറെ കടത്തിക്കൊണ്ടുപോയത്. പിന്നാലെ സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയായിരുന്നു. 13 ഭരണസമിതി അംഗങ്ങളുള്ള നഗരസഭ LDF ആണ് ഭരിക്കുന്നത്. ഇന്നത്തെ അവിശ്വാസ നോട്ടീസ് നൽകിയതിന് പിന്നാലെ തന്നെ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് LDF തീരുമാനിച്ചത്. എന്നാൽ ഇതിനിടെ ഒരു LDF കൌൺസിലർ കൂറുമാറി UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചു. അദ്ദേഹം UDF കൌൺസിലറുടെ വാഹനത്തിലാണ് നഗരസഭയിൽ വന്നിറങ്ങിയത്. പിന്നാലെ LDF കൌൺസിലറെ നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിലേക്ക് വലിച്ചഴിച്ച് കയറ്റുകയായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. പോലീസ് നോക്കി നിൽക്കവെയാണ് ഈ അതിക്രമം നടന്നതെന്നാണ് UDF ആരോപിക്കുന്നത്. അത് മാത്രമല്ല, കൂത്താട്ടുകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1,79,00,000 രൂപ മുടക്കി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് UDF കൌൺസിലർമാർ നൽകിയ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയും നിഷേധിക്കുകയായിരുന്നു. ഇതോടെയാണ് ഭരണപക്ഷത്തിന്റെ അഴിമതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകാൻ കാരണമെന്നാണ് UDF ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.